നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണോ അല്ലെങ്കിൽ സ്റ്റുഡൻറ് ലൈഫ് കടന്നു വന്ന ഒരാളാണോ? ആ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് നിങ്ങൾ രാത്രി മുഴുവൻ അസൈൻമെന്റിനും പ്രൊജക്റ്റിനും വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഉറക്കം കളഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ സ്കൂൾ ടീച്ചർ അല്ലെങ്കിൽ കോളേജ് പ്രൊഫസർ നിങ്ങൾക്കൊരു അസൈൻമെന്റ് ടാസ്ക് തരികയാണ്. നിങ്ങൾ എങ്ങനെയായിരിക്കും ചെയ്യുക? ഒരു 10 ബുക്ക് വായിച്ച് 20 വെബ്സൈറ്റ്സ് റെഫർ ചെയ്ത് നോട്ട്സ് ഉണ്ടാക്കി അതിനെ സ്ട്രക്ചർ ചെയ്ത് നിങ്ങൾ അസൈൻമെന്റ് ആക്കി എഴുതി സബ്മിറ്റ് ചെയ്യും അല്ലേ? ഇനി ഇതേ വർക്ക് നിങ്ങൾക്ക് ഇന്നാണ് ചെയ്യേണ്ടി വരുന്നെങ്കിൽ നിങ്ങൾ ഈ രീതി തന്നെയായിരിക്കുമോ ചെയ്യുക? ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോൾ മനസ്സിൽ വരുന്നത് ChatGPT പോലുള്ള ജനറേറ്റീവ് AI ടൂൾസ് ആണ്. അതിന്റെ കാരണം സിമ്പിളാണ്. നമുക്ക് വേണ്ട ടോപ്പിക്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ 20 വെബ്സൈറ്റ്സ് എന്നല്ല, വേണമെങ്കിൽ ഒരു 100 വെബ്സൈറ്റ്സ് നിന്നും കളക്ട് ചെയ്ത് കമ്പൈൽ ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് തരും ChatGPT. അതുപോലെ തന്നെ അതിനെടുക്കേണ്ട സമയത്തെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? ശരിക്കും ആരാണ് ഈ ChatGPT? ഈ ചോദ്യം നമ്മൾ ChatGPTയോട് ചോദിച്ചാൽ അത് പറയും അതൊരു AI പവേർഡ് ലാംഗ്വേജ് മോഡലാണെന്ന്. എന്താണ് AI? എന്താണ് ജനറേറ്റീവ് AI? എന്താണ് ഒരു ലാംഗ്വേജ് മോഡൽ? എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇറ്റ്സ് മീ അഡോൺ മാത്യു. വെൽക്കം. ലെറ്റ്സ് ബിഗിൻ. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ബട്ട് ബിഫോർ ദാറ്റ്, എന്താണ് ഇന്റലിജൻസ്? സ്പീഡിൽ മാക്സ് ചെയ്യാനുള്ള സ്കില്ലാണോ ഇന്റലിജൻസ്? അതോ ഒരുപാട് സബ്ജക്ട്സ് ബൈഹാർട്ട് ചെയ്ത് വെക്കാനുള്ള കഴിവാണോ? അത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇന്റലിജൻസിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുമോ? മലയാളത്തിൽ ബുദ്ധി എന്ന വാക്കാണ് ഇന്റലിജൻസുമായി ഏറ്റവും അടുത്തെക്കുന്ന വാക്ക്. എന്താണ് ഈ ബുദ്ധി? ഒരു വ്യക്തിയെ സംബന്ധിച്ച് പുതിയ സിറ്റുവേഷൻസുമായി അഡാപ്റ്റ് ചെയ്യാനും അയാളുടെ എക്സ്പീരിയൻസസിൽ നിന്നും കാര്യങ്ങൾ പഠിക്കാനും ആ പഠിച്ചത് ഉപയോഗിച്ച് നല്ല ഡിസിഷൻസ് എടുക്കാനും അയാളെ സഹായിക്കുന്ന എന്താണോ അതാണ് അയാളുടെ ഇന്റലിജൻസ്. ഒരു എക്സാമ്പിളിലൂടെ ഞാൻ അത് വ്യക്തമാക്കി തരാം. നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ മൊബൈലിൽ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കൊരു ബഗ് വന്നു. എന്താണെന്ന് മനസ്സിലാവാത്ത ഒരു എറർ. നിങ്ങൾ യൂട്യൂബ് ക്ലോസ് ചെയ്ത് നോക്കുന്നു, ഫോൺ സെറ്റിംഗ്സ് ചെക്ക് ചെയ്യുന്നു, വൈഫൈ ചെക്ക് ചെയ്യുന്നു, ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. അവസാനം നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഒന്ന് റീബൂട്ട് ചെയ്ത് നോക്കുന്നു. അതിനുശേഷം ആ ബഗ് പോവുകയും നിങ്ങളുടെ ഇഷ്യൂ സോൾവ് ആവുകയും ചെയ്തു. എന്നാൽ കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സെയിം ബഗ് നിങ്ങളുടെ ഫോണിൽ വരികയാണ്. നിങ്ങൾ ഇപ്രാവശ്യം കഴിഞ്ഞ വട്ടം ചെയ്ത പോലെ കുറെ കാര്യങ്ങളൊന്നും ട്രൈ ഔട്ട് ചെയ്യാണ്ട് നേരെ ഫോൺ റീബൂട്ട് ചെയ്ത് നോക്കുന്നു. ആ ബഗ് പോവുകയും നിങ്ങളുടെ ഇഷ്യൂ സോൾവ് ആവുകയും ചെയ്തു. ഇവിടെ ആക്ച്വലി സംഭവിച്ചത് എന്താണ്? നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും പഠിച്ച കാര്യം അപ്ലൈ ചെയ്യാണ് ചെയ്തത്. ഈ ഒരു എബിലിറ്റി ടു ലേൺ, അഡാപ്റ്റ് ആൻഡ് ഇംപ്രൂവ് ആണ് ഹ്യൂമൻ ഇന്റലിജൻസിന്റെ കോർ എന്ന് പറയുന്നത്. ബട്ട് വാട്ട് അബൌട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? Artificial intelligence is basically a machine or a computer showing intelligence. അതായത് ബുദ്ധിയുള്ള ഒരു മെഷീനെ നമുക്ക് ഇന്നത്തെ സിനാരിയോയിൽ AI എന്ന് വിളിക്കാം. നമുക്ക് ഒരു കാൽക്കുലേറ്ററിന്റെ കേസ് നോക്കാം. ഒരു കാൽക്കുലേറ്ററിൽ നിങ്ങൾ 7+3 എന്ന് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് 10 എന്ന ഉത്തരം കിട്ടുന്നു. എന്നാൽ ഇതേപോലെ നിങ്ങൾ എത്ര വലിയ നമ്പേഴ്സ് എൻ്റർ ചെയ്താലും മില്ലി സെക്കൻഡ്സ് കൊണ്ട് തന്നെ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ഉത്തരം തരും. ഇത് മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. സോ നമുക്ക് കാൽക്കുലേറ്ററിനെ ഇന്റലിജന്റ് എന്ന് വിളിക്കാൻ പറ്റില്ലേ? ദ ആൻസർ ഈസ് നോ. ബിക്കോസ് ഒരു കാൽക്കുലേറ്ററിനെ സംബന്ധിച്ച് അതിന് 7 എന്താണെന്നോ 3 എന്താണെന്നോ അറിയത്തില്ല. 7+3 എന്ന ഇൻപുട്ടിന് 10 എന്ന ഔട്ട്പുട്ട് തരാൻ വേണ്ടി അത് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രീ പ്രോഗ്രാംഡ് അല്ലാത്ത ഒരു ഇൻപുട്ടാണ് നമ്മൾ കാൽക്കുലേറ്ററിന് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഔട്ട്പുട്ട് തരാനും സാധിക്കില്ല. അതുപോലെ തന്നെ കാൽക്കുലേറ്റർ നമ്മൾ കൊടുക്കുന്ന എക്സാമ്പിൾസിൽ നിന്നും ഒന്നും തന്നെ പഠിക്കുന്നുമില്ല, അത് എവിടെയും അപ്ലൈ ചെയ്യുന്നുമില്ല. എന്നാൽ AI സിസ്റ്റംസ് അങ്ങനെയല്ല. അത് എക്സാമ്പിൾസ് നിന്ന് പഠിക്കും. നിങ്ങളൊരു 1000 ക്യാറ്റിൻ്റെയും 1000 ഡോഗിൻ്റെയും ലേബിൾ ചെയ്ത ഇമേജ് ഒരു AI സിസ്റ്റത്തിന് പഠിക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ഇതുവരെ കൊടുക്കാത്തൊരു ഇമേജ് കാണിച്ചു കൊടുത്താൽ അത് ക്യാറ്റ് ആണോ ഡോഗ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അതായത് എക്സിസ്റ്റിംഗ് പാറ്റേൺസ് ബേസ് ചെയ്ത് അതിന് പുതിയ ഡാറ്റ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് ലേണിംഗ്, ദാറ്റ് ഈസ് അഡാപ്റ്റേഷൻ, ദാറ്റ് ഈസ് ക്ലോസ് ടു ഹ്യൂമൻ ഇന്റലിജൻസ്. ബട്ട് സ്റ്റിൽ ഹൗ ക്ലോസ് ക്യാൻ ഇറ്റ് ഗെറ്റ്? മനുഷ്യന്റെ ബുദ്ധിയെ AIക്ക് മറികടക്കാൻ സാധിക്കുമോ? മനുഷ്യന്റെ ബുദ്ധിയെ ജനറൽ ഇന്റലിജൻസ് ആയിട്ടാണ് സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ജനറൽ ഇന്റലിജൻസ് എന്താണെന്ന് ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞുതരാം. സപ്പോസ് നിങ്ങളൊരു പാർട്ടിക്ക് പോയിരിക്കുകയാണ്. അവിടെ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട് ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്നതായി കാണുന്നു. നിങ്ങൾ അയാളുടെ അടുത്ത് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. അയാൾ പറയുന്നു ഐ ആം ഫൈൻ എന്ന്. പക്ഷേ അയാളുടെ ടോണും ബോഡി ലാംഗ്വേജും നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നു.
അയാളുടെ ഡോഗ് ലാസ്റ്റ് വീക്ക് മരിച്ചുപോയ കാര്യം നിങ്ങൾ ഓർക്കുന്നു. അങ്ങനെ അയാൾ ശരിക്കും ഫൈൻ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അയാൾക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഹ്യൂമൻ ജനറൽ ഇന്റലിജൻസ്. പക്ഷെ ഇത് ഇന്നത്തെ എഐക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അത് സാധിക്കണമെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോരാ, ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് വേണം. ബില്യൺസ് ഓഫ് ന്യൂറോൺസ് തമ്മിലുള്ള ഇലക്ട്രോ കെമിക്കൽ സിഗ്നൽസ് ഉപയോഗിച്ചാണ് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ഒക്കെ വർക്ക് ചെയ്യുന്നത്. AI സിസ്റ്റംസും ഇതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഹ്യൂമൻ ബ്രെയിനിൽ ഇലക്ട്രിസിറ്റിയാണ് അവർ ലിങ്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ AI കാര്യത്തിൽ അത് മാത്ത് ആണ്. പക്ഷേ ഇവിടുത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ AI സിസ്റ്റംസ് കനോട്ട് ആക്ച്വലി തിങ്ക്. ഒരാൾ AIയോട് താൻ സാഡാണെന്ന് പറഞ്ഞാൽ അത് അയാളെ തിരിച്ചാശ്വസിപ്പിക്കും. പക്ഷേ അത് ഒരിക്കലും മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചല്ല ഉത്തരം ലഭിക്കുന്നത്. നേരെ മറിച്ച് ആ AIയുടെ ഡേറ്റാബേസിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള റെസ്പോൺസ് ഏതാണോ അത് തിരിച്ച് ജനറേറ്റ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. സോ ഇതിൽ നിന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിലേക്കുള്ള ദൂരം വളരെ വലുതാണെന്ന്? നോട്ട് റിയലി. AGI അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് 2023 OpenAI GPT-4 ഇറക്കുന്നവരെ. മൈക്രോസോഫ്റ്റിലെ സയന്റിസ്റ്റായ സെബാസ്റ്റ്യൻ ബ്യൂബക് പബ്ലിഷ് ചെയ്ത പേപ്പറിൽ അദ്ദേഹം പറയുന്നത് AGIയിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പാണ് GPT-4 എന്ന്. ഹ്യൂമൻ ഇമോഷൻസും എംപതിയും ഒക്കെ ബേസ് ചെയ്ത ഡീപ്പായ കോൺവെർസേഷൻസ് മുതൽ മ്യൂസിക് കമ്പോസ് ചെയ്യാനും കോഡ് എഴുതാനും ഇമേജസ് ആൻഡ് വീഡിയോസ് ഡീകോഡ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും എല്ലാം GPT-4 നിന്ന് കഴിയും. ഇങ്ങനെ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയാണ് ജനറേറ്റീവ് AI എന്ന് വിളിക്കുന്നത്. വെറും ഒരു AI സിസ്റ്റത്തിന് ഇന്ന് ഇങ്ങനെയൊക്കെ സാധിക്കുമെങ്കിൽ നാളെ എന്തൊക്കെ സാധിക്കും എന്ന് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ChatGPT ആക്ച്വലി ഒരു ലാർജ് ലാംഗ്വേജ് മോഡലാണ്, അഥവാ LLM. ഒരു ലാംഗ്വേജ് മോഡൽ ബേസിക്കലി രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്: അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ലാംഗ്വേജ് ആൻഡ് ജനറേറ്റ് ഹ്യൂമൻ ലാംഗ്വേജ്. ടെക്സ്റ്റ് ഫോമിലുള്ള ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് ഡാറ്റ യൂസ് ചെയ്താണ് നമ്മൾ ലാംഗ്വേജ് മോഡൽസിനെ ട്രെയിൻ ചെയ്യുന്നത്. ബുക്സ്, ആർട്ടിക്കിൾസ്, കോൺവെർസേഷൻസ്, ഇങ്ങനെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാം തന്നെ ഈ ട്രെയിനിങ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കും. ഇങ്ങനെ ഉപയോഗിക്കുന്ന കളക്ഷൻ ഓഫ് ഡാറ്റയാണ് ഒരു ഡാറ്റ സെറ്റ്. ഹ്യൂമൻ ബീങ്സ് എങ്ങനെ റീഡ് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു, കോൺവേഴ്സ് ചെയ്യുന്നു എന്നെല്ലാം ഈ ഡാറ്റ സെറ്റ് യൂസ് ചെയ്ത് നമ്മുടെ AI സിസ്റ്റം പഠിക്കും. ഡാറ്റ സെറ്റിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ തന്നെ പിന്നീട് വരുന്നതായിരിക്കും. പക്ഷേ ഇവിടെ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു റാൻഡം ഡാറ്റ സെറ്റ് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ AI സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യാൻ സാധിക്കില്ല. പല സോഴ്സസ് നിന്നും കിട്ടുന്ന മില്യൺസ് ഓഫ് എക്സാമ്പിൾസ് ആൻഡ് ഡോക്യുമെന്റ്സ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്സ്ട്രീംലി ലാർജ് ഡാറ്റ സെറ്റ് വേണം ChatGPT പോലെയുള്ള AI സിസ്റ്റംസ് ട്രെയിൻ ചെയ്യാൻ വേണ്ടി. എന്നാൽ ഇവിടെ ഒരു AI സിസ്റ്റം ട്രെയിൻ ചെയ്യാൻ വേണ്ടി വർഷങ്ങളെടുക്കും. പക്ഷേ അത്രയും വെയിറ്റ് ചെയ്യാൻ നമ്മുടെ മാർക്കറ്റ് റെഡിയല്ല. അതിന് സയന്റിസ്റ്റ് കണ്ടെത്തിയ മാർഗമാണ് GPU അഥവാ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്. പക്ഷേ GPU ഒരു പുതിയ ഇൻവെൻഷൻ ഒന്നുമല്ല. 30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വീഡിയോ ഗെയിംസിൽ ഇമേജസ് റെൻഡർ ചെയ്യാൻ വേണ്ടിയാണ് GPU ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഗെയിമിംഗ് കമ്പ്യൂട്ടറൊക്കെ മേടിക്കുന്ന ആൾക്കാർക്ക് ഈ ടേം വളരെയധികം കോമൺ ആയിരിക്കും. എന്നാൽ ഇന്ന് ഏറ്റവും അധികം GPUs യൂസ് ചെയ്യുന്നത് AI ഫീൽഡിലും റിസർച്ച് ഫീൽഡിലും ഒക്കെയാണ്. എന്താണ് ഈ GPU? CPU എല്ലാവർക്കും അറിയാം, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. അതിന് ടാസ്കുകൾ ഫാസ്റ്റായി ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വിത്ത് ഹൈ പ്രിസിഷൻ. എന്നാൽ ഒരു ടാസ്ക് ചെയ്തതിനു ശേഷം മാത്രമേ അടുത്ത ടാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളുടെ AI ട്രെയിനിങ്ങിൽ നമ്മൾ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ടാസ്ക് ചെയ്തതിനു ശേഷം അടുത്ത ടാസ്ക് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് വർക്കൗട്ട് ആവില്ല. മൾട്ടിപ്പിൾ ടാസ്കുകൾ പാരലലി റൺ ചെയ്താൽ മാത്രമേ നമ്മുടെ AI ട്രെയിനിങ് ഫാസ്റ്റ് ആയിട്ട് നടക്കത്തുള്ളൂ. അതിനുവേണ്ടി CPUവിൻ്റെ ഉള്ളിൽ നമ്മൾ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചിപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് GPU എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ AI ട്രെയിനിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ യുവർ കമ്പ്യൂട്ടർ ഈസ് ഹാവിങ് എ ഗുഡ് GPU. കാരണം AI ട്രെയിനിങ്ങിൽ സ്പീഡ് മാറ്റേഴ്സ്, അതിലും ഉപരി സ്കെയിൽ മാറ്റേഴ്സ്. നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യാം. എക്സ്പീരിയൻസ് നിന്നും പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ പോലെയാണ് AI. ലാർജ് എമൗണ്ട്സ് ഓഫ് ഡാറ്റയാണ് അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ. അത് റെഫർ ചെയ്യുന്ന ലൈബ്രറിയാണ് ഡാറ്റ സെറ്റ്. അതുപോലെ തന്നെ അതിനെ പഠിക്കാൻ വേണ്ടി അതിനെ സഹായിക്കുന്ന ഒരു മെഗാ ബ്രെയിനാണ് GPU എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബേസിക്സ് മൊത്തം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഒരുപാട് ടേംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് വരുന്ന വീഡിയോയിൽ നമുക്ക് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ജീവനില്ല. AI ഈസ് നോട്ട് ഹ്യൂമൻ. പക്ഷേ നമ്മുടെ തോട്ട്സും നോളജിന്റെയും ക്രിയേറ്റിവിറ്റിയുടെ ഒക്കെ ഒരു മിറർ റിഫ്ലക്ഷൻ തന്നെയാണ് AI. അത് ഒബ്സർവ് ചെയ്ത് ഭാവിയിൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.